നമ്മൾ ഭഗവത്ഗീതയുടെ പഠനത്തിലൂടെ ദാർശനികമായ വലിയ ഒരു ഉൾക്കാഴ്ചയാണ് നേടിയെടുക്കുന്നത്. ആ ഉൾക്കാഴ്ച നമുക്ക് ജീവിതത്തിന്റെ സമസ്ത സന്ദർഭങ്ങളിലും പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം. അപ്പോഴാണ് നമുക്കും ജീവിത വിജയം ഉണ്ടാകുന്നത്. ജീവിതത്തെ നമുക്ക് ഒരു കലയായിട്ട് ആവിഷ്കരിക്കാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത 4 ശ്ലോകങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്ങനെ നമുക്ക് ഒരു വൈകാരിക അധപതനം, വൈകാരികമായ ആ തകർച്ച ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തതയുള്ള ഒരു ചിത്രത്തിലൂടെയാണ് കാണിച്ചു തരുന്നത്. ചിത്രം പോലെ കാണിച്ചു തരികയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതിൽ നമ്മളൊരു വിഷയത്തെ നിരന്തരമായി, വിഷയമെന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വസ്തു വിഷയമാകണമെങ്കിൽ ആ വസ്തുവിൽ നമുക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാകണം. ലോകത്തില് നിരവധി വസ്തുക്കളുണ്ട്, എന്നാൽ എല്ലാ വസ്തുക്കളും വിഷയങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. വിഷയമാകണമെങ്കിൽ അതിലൊരു പ്രത്യേക താല്പര്യം നമ്മൾക്കുണ്ടാകണം. നമ്മളുടെ മനസ്സ് ഒരു വസ്തുവിനോട് രാഗരൂപത്തിലോ ദ്വേഷരൂപത്തിലോ ഇടപഴകുമ്പോഴാണ് അതൊരു വിഷയമായിട്ട് മാറുന്നത്. ഇഷ്ടമുള്ള വിഷയത്തിനോട് നമുക്ക് ആസക്തി ഉണ്ടാകും, ഇഷ്ടമില്ലാത്ത വിഷയത്തിനോട് നമുക്ക് വിരോധമുണ്ടാകും, ദ്വേഷം ഉണ്ടാകും. ആ വിഷയത്തെ നമ്മൾ അകറ്റാനായിട്ട് ശ്രമിക്കും. ഇതാണ് നമ്മളുടെ പ്രതികരണങ്ങളുടെ ഒരു സ്വഭാവം. അതിലൂടെ നമുക്കൊരു പെരുമാറ്റം ഉണ്ടായി വരുന്നുണ്ട്. രാഗദ്വേഷങ്ങളാണ് നമ്മളുടെ വ്യക്തിത്വത്തിന്റെ ബാഹ്യമായ പെരുമാറ്റത്തിന്റെ ഭാവമായിട്ട് പരിണമിക്കുന്നത്. നമ്മളറിയാതെ നമുക്കൊരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്, ഒരു പെരുമാറ്റ ഘടന ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ, ആ സംവേദനങ്ങൾ കാഴ്ചയാകട്ടെ, കേൾവിയാകട്ടെ, സ്പർശമാകട്ടെ, രസമാകട്ടെ, ഗന്ധമാകട്ടെ, എല്ലാം ഇമ്പൾസുകളാണ്, സ്റ്റിമുലസുകളാണ് എല്ലാം. ആ സ്റ്റിമുലസുകൾ ലഭിക്കുമ്പോൾ, ആ സംവേദനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, ആ സംവേദനങ്ങൾ മനസ്സിൽ പോയിട്ട് പതിയുകയും മനസ്സ് ആ സംവേദനങ്ങളെ വിഷയങ്ങളാക്കി മാറ്റി ആ വിഷയങ്ങളോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. നമ്മളുടെ പെരുമാറ്റം അങ്ങനെയാണ്. നമ്മൾ ഇഷ്ടത്തോടെ സംസാരിക്കുന്നതും ദേഷ്യത്തോടെ സംസാരിക്കുന്നതൊക്കെ ആ വിഷയത്തിനോട് നമ്മൾ കാലങ്ങളായിട്ട് പുലർത്തി പോന്നിട്ടുള്ള മനോഭാവത്തിന്റെ ഒരു ആവിഷ്കാരം എന്ന രീതിയിലാണ്. അങ്ങനെ ഒരു മനസ്സിലൊരു വിഷയം വന്ന് ഏറെ നേരം തത്തിക്കളിക്കുമ്പോൾ ആ വിഷയം നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതിൽ ആസക്തി ഉണ്ടാകും, ഇഷ്ടമില്ലാത്തതാണെങ്കിലും അതിൽ ആസക്തിയുടെ വിപരീതമായിട്ടുള്ള വിരോധം നമുക്കുണ്ടാകും, വെറുപ്പുണ്ടാകും. ധ്യായത്തോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോഭിജായത്തെ. വിഷയത്തെ നിരന്തരമായി വിചാരം ചെയ്യുമ്പോൾ, ആലോചിക്കുമ്പോൾ, ആ വിഷയത്തിൽ മനസ്സ് അഭിരമിക്കുമ്പോൾ അതിൽ സംഘമുണ്ടാകുന്നു. അതാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണതി എന്ന് പറയുന്നത്. സംഘമുണ്ടാകുന്നു. അതിൽ സംഘത്തിൽ നിന്ന് നമുക്ക് ആ വിഷയം വേണമെന്നുള്ള ആഗ്രഹം ജനിക്കുന്നു. അതെനിക്ക് സ്വന്തമാക്കി അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തെയാണ് കാമം എന്ന് പറയുന്നത്. കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാകുന്നു. കാമത്തെ നിന്ന് ക്രോധം ഉണ്ടാകുന്നതിന് മുമ്പ് കാമത്തിന് ഒരു ഭംഗമുണ്ടാകണം. കാമം ഒരു ജലധാര പോലെയാണ്. ആ ജലധാരയെ നമുക്ക് ഭഞ്ജിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗതിക്ക് വിഘ്നം ഉണ്ടാവുകയും അതുപോലെ നമ്മളുടെ കാമം എന്ന് പറയുന്ന ആ ജലധാരയ്ക്ക് ഒരു വിഘ്നം ഉണ്ടാകുമ്പോൾ അത് ക്രോധമായിട്ട് പരിണമിക്കും. അപ്പൊ ക്രോധം എവിടെ നിന്ന് വരുന്നു? ക്രോധം നമ്മിൽ നിന്ന് തന്നെ വരുന്നു. പക്ഷേ ക്രോധത്തിന് മുന്നോടിയായിട്ട് നമ്മളിൽ ഒരു കാമന ജനിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ക്രോധത്തെ നിഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. ക്രോധ നിഗ്രഹം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ക്രോധത്തിന് നിദാനമായ കാമന എന്താണെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്രോധത്തെ അടക്കാൻ കഴിയുന്നത്. കാമനകളെല്ലാം നമുക്ക് പലതും അനാവശ്യങ്ങളാണ്. ആ അനാവശ്യമായിട്ടുള്ള കാമനകളുടെ പുറത്താണ് നമ്മൾ ചിലപ്പോ ക്രോധവാനായിട്ട് മാറുന്നത്. ചില ആളുകൾക്ക് അനാവശ്യമായ പിടിവാശികളുണ്ട്. ആ പിടിവാശികൾ നടപ്പിലാകാതെ വരുമ്പോൾ അവർ ക്രുദ്ധരായിട്ട് തീരുന്നത് പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങളായിട്ട് തീർന്നിട്ടുണ്ട്. പല ബന്ധങ്ങൾക്കും വിഘ്നമുണ്ടാകുന്നതും ഈ പിടിവാശികളിൽ നിന്ന് ഉണർന്നു വരുന്ന ക്രോധത്തിൽ നിന്നാണ്. പിടിവാശികൾ അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരിക്കലും വേറൊരാൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. വേറൊരാളുടെ ജീവിതത്തിൽ അനാവശ്യമായി കൈകടത്തുന്നതും ഇടപെടുന്നതും അയാളെ നിയന്ത്രിക്കുന്നതും അയാളെ അടിച്ചമർത്തുന്നതും ഒക്കെ നാം അറിയാതെ നമ്മിൽ വന്നിട്ടുള്ള ചില കാമനകളിലൂടെയാണ്. മറ്റുള്ളവരെ ഭരിക്കുക, മറ്റുള്ളവരെ നിയന്ത്രിക്കുക, മറ്റുള്ളവരെ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുക, ഇതൊക്കെ കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം നമുക്ക് കാണാൻ കഴിയും. ഭാര്യ ഭർത്താവിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെക്കുറിച്ചും നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തയാണ് പിന്നീട് ആസക്തിയായി, ആ ചിന്തയാണ് പിന്നീട് കാമനയായി, കാമനയിൽ നിന്ന് അത് ക്രോധമായിട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് എല്ലാ വ്യക്തികളെയും ഒരു ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയണം. ലോകത്തിൽ ഓരോരുത്തരൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വ്യക്തിയുടേതായിട്ടുള്ള ജീവിതമുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നുള്ളൂ. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ 10%, 15% മാത്രം സമയമോ ഇടമോ മാത്രമാണ് ആ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നുള്ളൂ. ഏറെക്കുറെ ഒക്കെ ഓരോ വ്യക്തിയും ആ വ്യക്തിയായിട്ട് തന്നെ ജീവിക്കുകയാണ്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ എല്ലാം ഞാൻ അറിയണം, നമ്മൾ അറിയണം എന്നൊക്കെ എല്ലാം പറയണം, ഇങ്ങനെയൊക്കെയുള്ള ചില പിടിവാശികളുണ്ട് ചില ആളുകൾക്ക്. അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ സമാധാനവും ശാന്തിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. സംഘാത് സംജായതേ കാമഃ കാമാത് ക്രോധോ അഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പോ ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കറിയാം, നല്ലവണ്ണം രോഷാകുലനായ കോപാവിഷ്ടനായിട്ടുള്ള ഒരാളുടെ പിന്നീടുള്ള ബിഹേവിയറിന്റെ സമ്പൂർണമായിട്ടുള്ള പതനം പല വ്യക്തികളിലും, നമ്മുടെ ഉറ്റ വ്യക്തികളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിത്വത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് വിഷയത്തെയാണോ നമ്മൾ മനസ്സിൽ കൂടുതൽ ലാളിക്കേണ്ടതും താലോലിക്കേണ്ടതും എന്ന് തിരിച്ചറിയണം. താൽക്കാലിക വിഷയങ്ങളിൽ നമ്മൾ മനസ്സിനെ കൊണ്ട് പുണ്ണാക്കുകയാണെങ്കിൽ, ആലോചിച്ചും ചിന്തിച്ചും തല പുണ്ണാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് സാധാരണഗതിയിൽ ഒരു ശാന്തി ഉണ്ടാകില്ല. ആത്മവിചാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആത്മവിചാരത്തിന് അത് ഉപയോഗിക്കുമ്പോഴാണ് ശാന്തി ഉണ്ടാകുള്ളൂ. വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, പക്ഷെ വിഷയങ്ങളെല്ലാം താൽക്കാലികങ്ങളാണ്. വിഷയങ്ങളെ ശാശ്വതമായി ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ബാഹ്യലോകത്തെ ജീവിതത്തെ
ഏതെങ്കിലും തരത്തില് ക്രമപ്പെടുത്താനോ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറാനോ ഒക്കെ ചിന്തിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോഴൊക്കെ ചിന്തിച്ച് പിന്നെ ഉപേക്ഷിക്കുക, ആ ചിന്തയെ കളഞ്ഞേക്കുക, അപ്പൊ തന്നെ കളഞ്ഞേക്കുക. നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ചിന്തകൾ തലോലിച്ച് നടക്കരുത്. എന്താണ് പിന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്? നമ്മൾക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചും യഥാർത്ഥ സത്തയെക്കുറിച്ചുമാണ് ചിന്തിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നതും ഇപ്പോൾ ആലോചിക്കുന്നതും ഞാനല്ലാത്തതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ സ്വരൂപത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ മനസ്സ് സങ്കല്പിക്കുന്ന സങ്കല്പങ്ങളുടെ ലോകത്താണ്, ഫാൻസികളുടെ ലോകത്താണ്, കാമനകളുടെ ലോകത്താണ്, ഭാവനകളുടെ ലോകത്താണ് ഞാൻ വിഹരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം മനസ്സിന്റെ ഈ ബാഹ്യപ്രയാണങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് ആന്തരികമാക്കി അന്തർമുഖമാക്കിയിട്ട് ആത്മവിചാരത്തിന് പര്യാപ്തമാക്കുന്ന ഒരു ട്രെയിനിങ്, മെന്റൽ ട്രെയിനിങ് നമുക്ക് ആവശ്യമുണ്ട്. ആ ട്രെയിനിങ് ആണ് നമുക്ക് ശരിക്കും ഭഗവത്ഗീത അതിലെ ഓരോ ശ്ലോകത്തിലൂടെ നമുക്ക് വിചാരം ചെയ്യുവാനും നമ്മളെ ഉയർത്തിയെടുക്കാനൊക്കെ ആയിട്ട് പഠിപ്പിച്ചു തരുന്നത്. 64-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയശ്ചരൻ ആത്മവശ്യേർവിധയാത്മാ പ്രസാദം അധിഗച്ഛതി. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയശ്ചരൻ രാഗദ്വേഷവിയുക്തൈഹി ആത്മവശ്യൈഹി ഇന്ദ്രിയൈഹി. ഇന്ദ്രിയങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് സ്വവശകങ്ങളായിരിക്കണം, നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കണം. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം നമുക്ക് സ്വവശത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് വലിയ ഒരു പരിശീലനത്തിലൂടെ തന്നെയാണ്. സ്വാഭാവികമായി നമ്മുടെ ഇന്ദ്രിയങ്ങൾ മർക്കട സമാനമാണ്. അത് തോന്നിയതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കൊച്ചുകുട്ടികൾ അവരുടെ ജീവിതത്തില് അവരുടെ കൈകാലുകളെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. പക്ഷെ കാലക്രമത്തിൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്കറിയാം അവരെ കർമ്മേന്ദ്രിയങ്ങളെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഏത് സന്ദർഭത്തിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നൊക്കെ അവർ ട്രെയിൻഡ് ആകണം. മനുഷ്യന് അത്തരത്തിൽ ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് അച്ചടക്കം ആവശ്യമുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളതിനോട് അത് അടുക്കുകയും ഇഷ്ടമില്ലാത്തതിനോട് അത് അകലുകയും വെറുക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനെയാണ് രാഗം എന്നും ദ്വേഷം എന്നും പറയുന്നത്. ഇന്ദ്രിയങ്ങൾ അതുകൊണ്ട് രാഗത്തിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും വേർപ്പെടുത്തി ഇന്ദ്രിയങ്ങളെ അതിനൊരു സമദൂരത്തിൽ വെക്കാൻ കഴിയണം, ഒരു സമനിലയിൽ വെക്കാൻ കഴിയണം. എന്നിട്ട് വിഷയങ്ങളെ ആ സമനിലയിൽ നിന്നുകൊണ്ട് അനുഭവിക്കാൻ പഠിക്കണം. നമുക്ക് എന്തിനോടെങ്കിലും സുഖം തരുന്ന വിഷയത്തോടാണെങ്കിൽ അമിതമായ ആസക്തി കാണിക്കുകയും അമിതമായ അഭിനിവേശം കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആ വിഷയത്തെ വെറുക്കാനും ആ വിഷയത്തെ നശിപ്പിക്കാനുള്ള പ്രവണത നമുക്കുണ്ടാകും കുറച്ചു കഴിയുമ്പോൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സംഘമുണ്ടാക്കിയ ഒരു വസ്തു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളോട് പ്രതികരിച്ചില്ലെങ്കിൽ, നമ്മളോട് പെരുമാറിയില്ലെങ്കിൽ നമ്മൾ ആ വസ്തുവിനെയോ ആ വ്യക്തിയെയോ നമ്മൾക്ക് പരമാവധി ഇല്ലാതാക്കാനുള്ള പ്രവണത വരും. അങ്ങനെയാണ് പല കൊലപാതകങ്ങളും നടക്കുന്നത്. പ്രണയിച്ച മിഥുനങ്ങൾക്കിടയിൽ, ഈ പ്രണയിച്ച കാമുകന്മാർക്കിടയിൽ ഇത്തരം തീവ്രമായിട്ടുള്ള ഉന്മൂലന ത്വര ഉണ്ടായി വരുന്നത് അങ്ങനെയാണ്. തൻ്റെ കാമുകി താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നോട് പെരുമാറാതെ വരുമ്പോൾ ആ കാമുകിയെ എല്ലാം കൊണ്ടും നശിപ്പിച്ചു കളയാം. അതാണ് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് രാഗം ദ്വേഷം ഇതിൽ നിന്നും രണ്ടിൽ നിന്നും ഇന്ദ്രിയങ്ങളെ അടർത്തിയെടുത്തിട്ട് ഒരു സമനിലയിൽ ഇങ്ങനെ സൂക്ഷിക്കണം. ലോകത്തോട് ഇടപഴകുമ്പോൾ ആഹ്ലാദിക്കേണ്ട സന്ദർഭങ്ങളിൽ ഉണ്ടായിരിക്കാം, ആഹ്ലാദിക്കേണ്ടാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഈ ലോക ജീവിതത്തിൽ സാന്ദർഭികമായി വന്നും പോയും ഇരിക്കുന്നതാണ്. അതുകൊണ്ട്
അത്തരം സന്ദർഭങ്ങളിൽ നമ്മളുടെ മനസ്സിനെ ഒരു നടുനിലയിൽ സൂക്ഷിക്കാൻ കഴിയുകയും ഇന്ദ്രിയങ്ങളെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ആത്മവശൈകമായിട്ടുള്ള ഒരു മനസ്സുണ്ടാകുന്നത്. അത്തരം ഒരു വ്യക്തിക്കാണ് പ്രസാദം ഉണ്ടാകുന്നത്, പ്രസാദത്തെ പ്രാപിക്കാൻ കഴിയുന്നത്. എന്താണ് പ്രസാദം എന്ന് പറയുന്നു? പ്രസാദം എന്നത് പ്രസന്നമായിട്ടുള്ള സ്ഥിതിയാണ്, മനസ്സിന്റെ പ്രസന്നമായ തെളിഞ്ഞ ഒരു സ്ഥിതിയാണ്, സാത്വികമായ നിലയാണ് മനസ്സിന്റെ. ആ നിലയിൽ മനസ്സ് ശാന്തവും സ്വച്ഛവും തെളിമയുള്ളതും ആയിരിക്കും. പ്രസാദേ സർവദുഃഖാനാം ഹാനിഹി, സർവദുഃഖങ്ങൾക്കും ഹാനി ഉണ്ടാകുന്നു പ്രസാദം ഉണ്ടാകുമ്പോൾ. അസ്യ ഉപജായത്തെ പ്രസന്ന ചേതസോഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ, പ്രസാദിക്കുന്ന സമയത്താണ് സർവ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരുന്നത്. ആധിഭൗതികം, ആധ്യാത്മികം, ആധിദൈവികം, ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളും പ്രസാദം ഉണ്ടാകുമ്പോൾ, ഹൃദയപ്രസാദം, ആത്മപ്രസാദം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ പോകുന്നു. പ്രസന്നമായ ചേതസ്സിൽ ആണ് ബുദ്ധി പര്യവതിഷ്ഠതേ, ആത്മബുദ്ധി ഉറച്ചിരിക്കുക. ആത്മബുദ്ധിയില് പ്രസന്ന ചേതസ് ആദ്യം ഉണ്ടാകണം. അതുകൊണ്ട് ചിത്തശുദ്ധീകരണം കർമ്മയോഗയിലൂടെ നേടിയെടുക്കുമ്പോൾ നമുക്ക് പ്രസന്ന ചേതസ് കൈവരികയും ആ പ്രസന്ന ചേതസ്സിലാണ് ജ്ഞാനം തെളിയുന്നത്. അതാണ് 65-ാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പുതിയ ഭാഗമാണ് എടുക്കാനുള്ളത്. ശ്ലോകം 66. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം. നാസ്തി ന അസ്തി, അതാണ് നാസ്തി. ബുദ്ധിഃ അയുക്തസ്യ, ബുദ്ധിരയുക്തസ്യ, നച അയുക്തസ്യ ഭാവന നച അഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം. ഇങ്ങനെ നമുക്ക് പദം പിരിച്ചു പറയാം ഈ ശ്ലോകത്തെ. അന്വയം, അന്വയിക്കുക എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തിയിട്ട്, അതിനെ ക്രമപ്രകാരം വേർപ്പെടുത്തിയിട്ട് അർത്ഥം പറയാൻ നോക്കാം. അയുക്തസ്യ, അയുക്തന്. ആരാണ് അയുക്തൻ? യുക്തനല്ലാത്ത ആളാണ് ഈ അയുക്തൻ. എന്താണ് യുക്തൻ എന്ന വാക്കിന്റെ, യുക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യുക്തിയോട് ചേർന്നിരിക്കുന്നവരാണ് യുക്തൻ, യോജിച്ചിരിക്കുന്നവരാണ് യുക്തൻ. എന്തിൽ യോജിക്കണം? മനസ്സിനെ ആത്മാവിൽ യോജിപ്പിക്കാൻ കഴിഞ്ഞവനാണ് യുക്തൻ. മനസ്സിനെ ആത്മാവിലേക്ക് ചേർക്കാൻ കഴിഞ്ഞവൻ യുക്തനാണ്. അങ്ങനെ യുക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ബുദ്ധിഹി അയുക്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, യുക്തനല്ലാത്തൊരു വ്യക്തിക്ക് ബുദ്ധിഹി നാസ്തി, അവന് ജ്ഞാനം, ബുദ്ധി എന്ന വാക്കിന് ഇവിടെ ആത്മജ്ഞാനം എന്ന് മനസ്സിലാക്കണം. ബുദ്ധി എന്ന പദത്തിന് ഇവിടുത്തെ അർത്ഥം ജ്ഞാനബുദ്ധി, ആത്മബുദ്ധി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അയുക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ആത്മാവിൽ ചേർന്ന് ഇരിക്കാൻ, മനസ്സിനെ ചേർക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ജ്ഞാനം പ്രകാശിക്കുന്നില്ല, ന അസ്തി. അതുപോലെ അയുക്തസ്യ, യുക്തനല്ലാത്ത ആൾക്ക്, യോജിച്ചിരിക്കാൻ കഴിയാത്ത ഒരാൾക്ക്, മനസ്സിനെ ആത്മാവിൽ ഏകാഗ്രപ്പെടുത്താൻ കഴിയാത്ത ഒരാൾക്ക് ഭാവന ച ന, ഭാവനയും ഇല്ല. എന്ത് ഭാവനയില്ല? ഭാവന എന്നതിന് ഇമാജിനേഷൻ എന്ന അർത്ഥത്തിലല്ല, ഭാവന എന്നതിന് ആത്മഭാവന എന്നാണ്. ഒരു ഗുരുവിന്റെ സവിധത്തിൽ പോയി നമ്മൾ തത്വശ്രവണം കേൾക്കുമ്പോൾ ആ തത്വശ്രവണത്തിലൂടെ നമ്മളുടെ മനസ്സ് ഒരു അദ്വൈതപരമായ ഭാവനയെ നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. ആ അദ്വൈതാകാര വൃത്തി, ഒരു ബ്രഹ്മാകാര വൃത്തി, ഒരു ആത്മാകാര വൃത്തി, അങ്ങനെയാണ് അതിനെ പറയുക. നമ്മുടെ മനസ്സ് ഒരു ഭാവനയെ കൈക്കൊള്ളും, ആത്മഭാവന. നമ്മൾ ആത്മാവിനെ കണ്ടിട്ടില്ല, സാധാരണക്കാർക്ക് ആത്മാവിനെ അറിഞ്ഞുകൂടാ. എന്താണ് ആത്മാവ്? എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ വസ്തുവിന്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയുള്ളൂ.
പക്ഷെ ഗുരു പറഞ്ഞതിൽ നിന്നും നമ്മളുടെ മനസ്സ് ആത്മാവിനെ കുറിച്ച്, നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ ആത്മാവിനെ കുറിച്ച്, ആ ആത്മാവിനെ കുറിച്ച് ഒരു ആകാരം, ഒരു ഭാവന ഉണ്ടാക്കുന്നുണ്ട്. ആ ഭാവന ഈ അയുക്തന് ഉണ്ടാവൂല. അയുക്തന് ഭാവനയില്ല. മാത്രമല്ല, ഭാവനയില്ലാത്ത, അഭാവയത, ഭാവന ഇല്ലാത്ത ആൾക്ക് ശാന്തിഹി ചന, ശാന്തിയുമില്ല. അപ്പൊ ശാന്തി എവിടെ നിന്ന് വരുന്നു? ആത്മഭാവനയിൽ നിന്ന്, ആത്മവിചാരത്തിൽ നിന്ന്, ആത്മസങ്കല്പനത്തിൽ നിന്ന്. അപ്പൊ ആദ്യം നമുക്ക് ആത്മാവിലേക്ക് മനസ്സിനെ യോജിപ്പിക്കാൻ കഴിയണം. എന്നിട്ട് മനസ്സിനെ ആത്മഭാവനയിലേക്ക് വികസിപ്പിക്കാൻ കഴിയണം. ആത്മഭാവനയിൽ നിന്നാണ് ശാന്തി ഉണ്ടാകുന്നത്. ആത്മഭാവനയിലേക്ക് വരുമ്പോൾ ആത്മാകാര വൃത്തി, നമ്മുടെ മനസ്സ് ആത്മാകാര വൃത്തിയായിട്ട് വരുന്ന സമയത്ത് ശാന്തി സ്വാഭാവികമായിട്ട് വരും. കാരണം എന്താ? ഒരു മനസ്സ് സമ്പൂർണ്ണ സാത്വിക ഭാവത്തിലാണ് ആത്മാകാര വൃത്തിയെ അത് കൈക്കൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സ് തത്വശ്രവണത്തിലൂടെ അദ്വൈതപരമായ ഒരു ഭാവനയിലേക്ക്, വികാസത്തിലേക്ക് വരികയും അത് ഏകാഗ്രമാവുകയും, ഏകാഗ്രമാകുന്നതോടുകൂടി ചിത്തവൃത്തികളെല്ലാം ഏകീകരിക്കുകയും ചിത്തം ശാന്തമായി തീരുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നദി ഒരു പാറക്കെട്ടിലൂടെ ഒഴുകി താഴേക്ക് വരുന്നത് എത്രമാത്രം പ്രക്ഷുബ്ധമായിരിക്കുന്നുവോ അതുപോലെയാണ് പല മനസ്സുകളും വിഷയങ്ങളിലേക്ക് വീഴുമ്പോൾ അത് തലതല്ലി വീഴുന്ന ജലരാശി പോലെയാണ്. എന്നാൽ സമനിരപ്പായ ഒരു മരുഭൂമിയിലൂടെ ഒരു നദി ഒഴുകാന്ന് വിചാരിച്ചു, ആ നദിയിലെ ജലം ഒഴുകുന്നുണ്ടോ എന്ന് പോലും തോന്നുകയില്ല. അത്ര പോലും സ്വച്ഛവും ശാന്തവും ഏകീഭൂതവുമായിരിക്കും അത്. അലകൾ ഉണ്ടായിരിക്കുകയില്ല. തടസ്സങ്ങൾ ഉണ്ടെങ്കിലാണ് അലകൾ ഉണ്ടാകുന്നത്. അങ്ങനെ അലകളില്ലാതെ ഒഴുകുന്ന ഒരു നദി പോലെ നമ്മളുടെ മനസ്സ് ആയിത്തീരുമ്പോഴാണ് ശാന്തി ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണത്തിനായിട്ട് നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തില് മണൽ അളവറ്റു ചൊരിഞ്ഞ വാപ്പിയിന്മേൽ അണിയണിയായല വീശിടുന്ന വണ്ണം അമൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു എന്നൊരു ശ്ലോകമുണ്ട്. മണൽ അളവറ്റു ചൊരിഞ്ഞ വാപ്പിയിന്മേൽ, വാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളം, ആ കുളത്തിലെ ജലം തെളിഞ്ഞ് സ്വച്ഛമായിട്ട് ഇരിക്കുക, ഒരു ചലനം പോലും ഇല്ലേ, നിശ്ചലമായി കിടക്കുന്ന ജലരാശി നിങ്ങൾ ചിലപ്പോഴൊക്കെ കണ്ടു കാണും. പ്രത്യേകിച്ചും നല്ല മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോ രാവിലെ എണീറ്റ് തെളിഞ്ഞ ആ ജലരാശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിശ്ചലമായിട്ട് കിടക്കുന്നതാണ്, കാറ്റ് പോലും വീശാതിരിക്കുന്ന സമയമാണ്. ആ സന്ദർഭത്തില് ആ കുളത്തിലേക്ക് നിങ്ങളൊരു കല്ലെടുത്തിട്ട് പോകും. ആ കല്ല് വീഴുമ്പോ ആ വീഴുന്നിടത്തൊരു അലയുണ്ടാകും. പിന്നെ അല അതിന്റെ വൃത്തം വികസിപ്പിച്ച് കരകളിലേക്ക് അതിന്റെ ആ ചെറിയ അലമാലകളെ അടിച്ചടിച്ച് വരുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ആ കുളത്തിലേക്ക് നമ്മൾ മണ്ണിടുകയാണെങ്കിൽ, മണൽ അളവറ്റു ചൊരിഞ്ഞ വാപ്പിയിന്മേൽ അണിയണിയായ അല വീശിടുന്ന വണ്ണം അമൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു. എങ്ങനെയാണ് അന്തരാത്മാവ് സ്വച്ഛമായ ജലരാശി പോലെ കിടന്നിരുന്ന അന്തരാത്മാവ് വിഷയങ്ങളാകുന്ന മണ്ണ് വീണിട്ട്, വിഷയങ്ങളാകുന്ന കല്ലുകൾ വീണ് ബഹുവിധമായിട്ട് തീരുന്നത്? ചലിക്കുന്ന വെള്ളമുള്ള ഒരു കുളത്തിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന മരങ്ങളെല്ലാം വർത്തുളങ്ങളായി സർപ്പാകൃതി പൂണ്ട് തെങ്ങെല്ലാം വളഞ്ഞു പുളഞ്ഞു പോകുന്ന സർപ്പങ്ങളെ പോലെ അതിന്റെ നിഴലുകൾ ആ ജലരാശിയിൽ വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ നിശ്ചലമായി നിൽക്കുന്ന ജലരാശിയില് എല്ലാം അതുപോലെ തന്നെ പ്രതിബിംബിക്കുന്നതും കാണാം. നമ്മുടെ മനസ്സിന്റെ ചലനം എത്രമാത്രം ഉണ്ടോ അത്രമാത്രം നമ്മളുടെ കാഴ്ചകൾക്ക് വൈകല്യങ്ങൾ കൂടാൻ സാധ്യതയാണ്, തെറ്റിദ്ധാരണകൾ വർദ്ധിക്കാൻ സാധ്യതയാണ്. മനസ്സ് ശാന്തമായവരുടെ അടുത്ത് ഇരുന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അതിനൊരു സ്വാച്ഛന്ദ്യം, അതിനൊരു പ്രകാശം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. എന്നാൽ
നമ്മളുടെ ചിന്തകൾ എപ്പോഴും ചലനാത്മകമായതുകൊണ്ട് ആ ചലനത്തിന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ കുലംകുത്തി ഒഴുകുന്ന ഒരു നദി പോലെയാണത്. സ്വച്ഛമായി ഒഴുകുന്ന ഒരു നദി പോലെയല്ല. അപ്പൊ അതുകൊണ്ട് ഈ ശാന്തി എന്ന് പറയുകയാണ്. ആർക്ക് ശാന്തി ഉണ്ടാകുന്നത്? ആത്മഭാവന, സുതാര്യമായ ആത്മഭാവനയിലേക്ക് മനസ്സ് തിരിയുമ്പോഴാണ്. ഇനി അഭാവയത, അത്തരം ഭാവനയില്ലാത്തവന് എവിടെ ശാന്തി ഉണ്ടാകും? ഇനി ശാന്തി നമ്മുടെ മനസ്സിലില്ല. മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്, പ്രക്ഷുബ്ധമാണ്. അങ്ങനെയുള്ള വ്യക്തിയെ അശാന്തൻ എന്നാണ് വിളിക്കുക. അശാന്തസ്യ കുതസുഖം. അശാന്തന് എവിടെയാണ് സുഖം കിട്ടുന്നത്? അശാന്തി ഉള്ള ഒരാൾക്ക് സുഖമില്ല. മനുഷ്യ ജീവിതം ആത്യന്തികമായി സുഖം അനുഭവിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഈ സുഖം എവിടെ ഇരിക്കുന്നു? നമ്മളിൽ തന്നെ ഇരിക്കുന്നു. ഈ സുഖത്തെ ഭഞ്ജിക്കുന്ന, ഈ സുഖത്തെ മറക്കുന്ന, ഈ സുഖത്തിന് നാശമുണ്ടാക്കുന്ന ഒന്നാണ് നമ്മളുടെ മനസ്സിന്റെ ചാഞ്ചല്യം. ആ ചാഞ്ചല്യത്തിലാണ് നമുക്ക് അശാന്തി ഉണ്ടാകുന്നത്. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ മാത്രമാണ് ശാശ്വതമായ സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്രമപ്രകാരം മനസ്സിനെ ശാന്തമാക്കുക. ക്രമപ്രകാരം നമുക്ക് മനസ്സിന്റെ വികാസത്തിലേക്ക്, മനസ്സിന്റെ സാത്വികവത്കരണത്തിലേക്ക്, സാത്വിക ഭാവത്തെ അവലംബിക്കുന്നതിലേക്ക് നമ്മൾ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം, മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കണം, മനസ്സിനെ പ്യൂരിഫൈ ചെയ്തെടുക്കണം. അതാണ് ശരിക്കും ഒരു വ്യക്തിത്വ വികാസത്തിന്റെ ആദ്യ പടവുകൾ എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടണമെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ അടിത്തട്ടിലെ മാലിന്യങ്ങൾ നീക്കി സ്വച്ഛമായ ഒരു മനസ്സാക്കി മാറ്റണം. മുൻധാരണകളിൽ നിന്ന് നമ്മൾ വിമുക്തമാകണം. പഴയ ഓർമ്മകളും പഴയ ട്രോമകളും വേദനകളും പഴയ സ്മരണകളും പൂർവജന്മ വാസനകളൊക്കെ കൂടിയിട്ട് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ട് വളരെ സങ്കീർണമാണ്. അഗ്നിപർവ്വതത്തിന്റെ ആഴങ്ങൾ പോലെ അവിടെ വളരെ ചൂടുപിടിച്ച ലാവകളുണ്ട്. അതൊക്കെയാണ് നമ്മളുടെ ക്രോധാഗ്നിയായിട്ടൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. ആദ്യം യുക്തനായിട്ട് തീരണം, ഒരു യോഗിയായിട്ട് തീരണം. ആ യോഗിയായിട്ട് തീരുമ്പോഴാണ് നമുക്ക് ആത്മഭാവനയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആത്മഭാവനയിലൂടെ ശാന്തിയിലേക്ക് പ്രവേശിക്കാം. ശാന്തിയിലൂടെ സുഖത്തിലേക്ക്, ശാശ്വതമായ സുഖത്തിലേക്കും നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അശാന്തന് കുതസുഖം എന്ന് ഭഗവാൻ ചോദിക്കുമ്പോൾ അശാന്തന് സുഖം ഉണ്ടാകില്ല, അസത്യമാണ്. സുഖമില്ലാത്ത ആളുകളാണല്ലോ, ആത്മസുഖമില്ലാത്ത ആളുകളാണല്ലോ ശാന്തിക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തും പരക്കം പാഞ്ഞ് നടക്കുന്നത്. കുറച്ചു നേരം നമ്മൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഏതെങ്കിലും മാളുകളിൽ പോയിട്ട് ഇതൊക്കെ നോക്കി നടക്കും, വായിൽ നോക്കിയൊക്കെ നടക്കും. വിൻഡോ ഷോപ്പിംഗ് എന്താ പറയുക അതിനെ, ആ ചില്ലിലൂടെയൊക്കെ അതൊക്കെ നോക്കി നടക്കും. നമ്മൾ ഒരിക്കലും സ്വസ്ഥമായി നമ്മളിലേക്ക് നോക്കുന്നില്ല, നമ്മൾ ഒരിടത്തിരിക്കുന്നില്ല. നമ്മളുടെ മനസ്സ് അലയുമ്പോൾ നമ്മൾ എണീറ്റ് നടക്കുന്നു. പലതും പ്രലോഭനീയങ്ങളായ പലതും നമ്മൾ വാങ്ങിച്ചനുഭവിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. ഇനി 67-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയത്തെ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യത് മനഃ അനുവിധീയത്തെ യന്മനോ അനുവിധീയത്തെ തദ് അസ്യ തദസ്യ ഹരതി പ്രജ്ഞാം വായുഹു നാവം ഇവ അംഭസി. വായുർനാവം ഇവ അംഭസി. വായുഹു നാവം ഇവ അംഭസി എന്നാണ് പദച്ഛേദം. ചരതാം ഇന്ദ്രിയാണ, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ചരതാം എന്ന് പറയും ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ, യത് മനഃ യാതൊരു മനസ്സ്, അനുവിധീയതേ അനുവിധാനം, അനുസന്ധാനം അല്ലെങ്കിൽ പിന്തുടർന്ന് ചെയ്യുന്നുവോ. മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോ ആ
ഇന്ദ്രിയങ്ങൾ ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സ് അനുധാവനം ചെയ്യുന്നു, പിന്തുടർന്ന് പോകുന്നു. അപ്പൊ നമ്മളുടെ കണ്ണ് പോകുന്നിടത്തേക്ക് മനസ്സ് പോകും, കാത് പോകുന്നിടത്തേക്ക് മനസ്സ് പോകും, മൂക്ക് പോകുന്നിടത്തേക്ക് മനസ്സ് പോകും, നാക്ക് പോകുന്നിടത്തേക്ക് മനസ്സ് പോകും, ത്വക്ക് പോകുന്നിടത്തേക്ക് മനസ്സ് പോകും. അപ്പൊ ഇന്ദ്രിയങ്ങൾ ചലന സ്വഭാവമുള്ളതാണ്. ഇതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ മനസ്സിലാക്കണം. ചരതാം ഇന്ദ്രിയാണാം. ഇന്ദ്രിയങ്ങൾക്കെല്ലാം ചലന സ്വഭാവമുണ്ട്. ഇന്ദ്രിയങ്ങൾ ഏതൊരു വസ്തുവിനെ കണ്ടോ അതിൽ ആകർഷണീയമാണെങ്കിൽ അതിന്റെ പിന്നാലെ പോകും. അപ്പൊ മനസ്സും പോകും അതിന്റെ പിന്നാലെ. തദസ്യ പ്രജ്ഞാം, അവന്റെ പ്രജ്ഞയെ, പ്രജ്ഞ എന്ന വാക്കിന് ഇവിടെ അവന്റെ മനസ്സിനെ, അവന്റെ അറിവിനെ, അവന്റെ ബോധത്തെ, വായുഹു അംഭസി, കാറ്റ്, അംഭസി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ കടലിൽ എന്ന് തന്നെ മനസ്സിലാക്കാം. നാവം ഇവ, കാറ്റിൽ വള്ളത്തെ എന്ന പോലെ, ഒരു തോണി എന്ന പോലെ, ഹി നിശ്ചയമായും ഹരതി, നശിപ്പിക്കുന്നു. കാറ്റടിച്ച് വള്ളം അല്ലെങ്കിൽ തോണി കടലില് മറിയുകയോ മുങ്ങുകയോ ഒക്കെ ചെയ്യാം. എന്തുകൊണ്ടാണ്? കാറ്റിന്റെ നിയന്ത്രണം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ, ആ തോണിയെ നയിക്കാൻ ആരും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ ആ തോണി കടലില് നശിച്ചു പോകുന്നു കാറ്റടിക്കുന്ന സമയത്ത്. അതുപോലെ ഒരു സാധകന്റെ, ഒരു സ്പിരിച്വൽ സീക്കറുടെ, അദ്ദേഹത്തിന്റെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ദ്രിയങ്ങൾക്ക് ചഞ്ചല സ്വഭാവത്വമുണ്ട്. ആ ചഞ്ചലമായ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സിനെ അഴിച്ചു വിട്ടാലോ, മനസ്സ് പിന്നെ നമ്മുടെ കൈവശമൊന്നും ഉണ്ടായിരിക്കില്ല. മനസ്സ് നമ്മുടെ സ്വവശകമായിരിക്കില്ല. മനസ്സ് പരവശകമായിരിക്കും. പരവശനായി നമ്മൾ ജീവിക്കും. അതാണ് പരവശത എന്ന് പറയുന്നത്. മലയാളത്തിൽ പരവശത എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്ന അർത്ഥത്തിൽ, അങ്ങനെയല്ല. പരവശത എന്ന് പറഞ്ഞാൽ വിഷയവശത എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളോട് സ്വാഭാവികമായിട്ട് സംഘവും ചേർച്ചയും ഒക്കെ ഉണ്ട്. മനസ്സിനെയും അതിന്റെ പിന്നാലെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതത്തിന്റെ പതനം നേരത്തെ ചിത്രീകരിച്ചതുപോലെ തന്നെ മനുഷ്യൻ പതനത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് വായു കടലിലെ വള്ളത്തെ എങ്ങനെയാണോ വലിച്ച് അടിച്ചു കൊണ്ടുപോകുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങൾ കാറ്റ് പിടിച്ച വള്ളം പോലെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സും അതിന്റെ പിന്നാലെ പോയി നമ്മളും പടുകുഴികളിൽ വീണ് നശിച്ചു പോകുന്നു. അതാണ് ഈ ട്രാജിക് ആയിട്ടുള്ള ചിത്രം. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. എങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് അധപതനം ഉണ്ടാകുന്നു, എങ്ങനെ മനസ്സ് പതിച്ചു പോകുന്നു എന്ന് തിരിച്ചറിയണം. ഇന്ദ്രിയങ്ങൾ അതുകൊണ്ട് നമ്മൾ സ്വവശകമാക്കി വെക്കണം. ഇന്ദ്രിയങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടായി കൊടുക്കണം. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യബോധമൊന്നുമില്ല. അവരുടെ ജീവിതത്തില് എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പലർക്കും അറിഞ്ഞുകൂടാ. എന്താണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും അറിഞ്ഞുകൂടാ എന്താണ് ചെയ്യേണ്ടതെന്ന്. എല്ലാ ദിവസവും എണീക്കും, ദിനരാത്രങ്ങൾ എങ്ങനെ പോകുന്നു, ഉണ്ട് ഉറങ്ങി കിടന്ന് ഉറങ്ങി എണീറ്റ് വീണ്ടും ഉണ്ട് ഉറങ്ങി കിടന്ന് ഉറങ്ങി ഇങ്ങനെ പോകുന്നു. ഇതൊക്കെയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഇത്രയും നാൾ ജീവിച്ചിട്ടും മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്തിലെന്നറിയാം. മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കാൻ കഴിയണം നമുക്ക് ഓരോരുത്തർക്കും. എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥം? എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? ജീവിതം കൊണ്ട് എന്താണ് നേടേണ്ടതായിട്ടുള്ളത്? ആ നേട്ടത്തെക്കുറിച്ചുള്ള ബോധം ഭഗവത്ഗീത നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഒന്ന്, ആ ലക്ഷ്യമാണ് പരമപുരുഷാർത്ഥം. ജീവിച്ചിരിക്കവേ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ശാശ്വതമായ ആനന്ദവും സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ കഴിയണം. അതിനെന്ത് വേണം? ആത്മജ്ഞാനം വേണം. നമുക്ക് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ, പരമമായ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ്
അതിൽ ഉറച്ചിരിക്കാൻ കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത്. അത്തരമൊരു വ്യക്തി മാനുഷിക തലത്തിൽ നിന്നും ദൈവികമായ ഒരു തലത്തിലേക്ക് വികസിക്കുകയും വളരുകയും ചെയ്യുന്നു. ഇവിടെ ദൈവികം എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായ ഒന്നാണ്. മനുഷ്യന് അസാധ്യമായതല്ലേ ദൈവികം എന്ന വാക്ക്. എല്ലാ മനുഷ്യനും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തിന്റെ പേരാണ് ദൈവം എന്ന്. അത് ആദിമബോധമാണ്, അത് അറിവാണ്, അത് ദിവ്യമാണത്, അത് അതിരുകളില്ലാത്തതാണ്. അത്തരം അതിരുകളില്ലാത്ത ആനന്ദത്തിൽ നമ്മുടെ വ്യക്തിസത്തയുടെ തനിമ കണ്ടെത്തി ആ തനിമ ഈ ഭൂമിയിൽ നമുക്ക് ആഹ്ലാദപൂർവം അനുകമ്പാപൂർവം ജീവിക്കാൻ കഴിയുന്നു. അതാണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അത്തരം അർത്ഥമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങളെ മനസ്സിന് അനുകൂലമാക്കി, മനസ്സിനെ ആത്മാവിന് അനുകൂലമാക്കി നിരന്തരം ഒരു ആത്മസാധകനായിട്ട് മാറുക, ആത്മസാധകനായിട്ടിരിക്കുക, അത് അയാളുടെ ജീവിതത്തെ കൂടുതൽ വികസ്വരവും ധന്യവുമാക്കി തീർക്കുന്നു. ഈ ധന്യത അനുഭവിക്കുന്ന വ്യക്തികൾ അസാധാരണമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണ്. അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകുന്നു. കാരണം അവർ ഒരിക്കലും വേറൊരാളെ ജീവിതത്തിന്റെ നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള തലങ്ങളെയല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള വശങ്ങളെയാണ്. ജീവിതത്തിന് പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. ആ പോസിറ്റീവായ വശങ്ങളാണ് അയാൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങൾ ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സിനെ അയച്ചു വിടരുത്. മനസ്സിന് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്, പ്രവണതയുണ്ട് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകാനായിട്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ട്രാജഡി എന്താണ്? കടലിൽ അകപ്പെട്ട വള്ളം കാറ്റടിച്ച് ഏതെങ്കിലും പാറക്കെട്ടിലോ തിരമാലകളിലോ കൊണ്ടുപോയിട്ട് മറിച്ചു കളയുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്യും. അതുപോലെ നമ്മളും ഒരു ദുരന്തത്തിൽ പോയി നമ്മളും വീഴും എന്ന് മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയവരെല്ലാവരും ദുരന്തത്തിൽ നിബന്ധിച്ചതായിട്ടാണ് അറിയുന്നത്. 68ാമത്തെ ശ്ലോകം. തസ്മാദ് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആരുടെ പ്രജ്ഞയാണ്, ആരുടെ അറിവാണ്, ആരുടെ ബോധമാണ് പ്രതിഷ്ഠിതമായിട്ടുള്ളത്, ഉറച്ചതായിട്ടുള്ളത്, സ്ഥിരമായിട്ടുള്ളത്? ആരാണ് സ്ഥിതപ്രജ്ഞനായിട്ടുള്ളത് എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. 56ാമത്തെ ശ്ലോകം മുതല് സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ഥിതപ്രജ്ഞൻ ആരെന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അവന്റെ പ്രജ്ഞയാണ്, അവന്റെ ബോധമാണ് സ്ഥിതമായിട്ടുള്ളത്, ഉറച്ചതായിട്ടുള്ളത്. ആരുടേത്? ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥഭ്യഃ, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് സർവശഃ എല്ലാ പ്രകാരത്തിലും നിഗൃഹീതാനി നിഗ്രഹിച്ചിട്ടുള്ളത് ആരാണ്? അല്ലയോ മഹാബാഹു. മഹാബാഹു എന്നാണ് അർജുനനെ സംബോധന ചെയ്യുന്നത്. മഹാബാഹു എന്ന് പറഞ്ഞ ആ ദീർഘമായ കൈകളുള്ള ഒരാളെ മഹാബാഹു എന്ന് വിളിക്കുന്നത്. ആജാനുബാഹു എന്നൊരു പദമുണ്ട്, സംസ്കൃതത്തിലുള്ളതാണ്. ആജാനുബാഹു, ജാനുബാഹു എന്ന് പറഞ്ഞാല് മുട്ടുകാലിന്റെ അത്രയും കൈകൾക്ക് നീളമുള്ളവരെയാണ് ആജാനുബാഹു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആജാനുബാഹു എന്ന് വെച്ചാൽ വലിയ ആരോഗ്യ ദൃഢഗാത്രനായ ഒത്ത ശരീരമുള്ളവെന്നാണ്. ഇവിടെ മഹാബാഹു, ദീർഘമായ കൈകൾ. ഈ കൈകൾ അസ്ത്രവിദ്യയിൽ വളരെ ഉപകരിക്കും. ഒരു വില്ലിൽ നിന്ന് അമ്പ് തൊടുത്തു വിടാനായിട്ട് ദീർഘമായ കൈകൾ ഉപകരിക്കും. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിപുണമായ കൈകളുള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ടാണ് മഹാബാഹു എന്ന് വിളിക്കുന്നത്. തസ്മാത്, അതുകൊണ്ട്, നേരത്തെ പറഞ്ഞതെടുത്തെന്നാണ് വരുന്നത്. യസ്യ, തസ്മാത് അതുകൊണ്ട്, യസ്യ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ സർവശഃ നിഗൃഹീതാനി, ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് ഏതൊരുവന്റെ ഇന്ദ്രിയങ്ങൾ എല്ലാ പ്രകാരത്തിലും നിഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവോ അവന്റെ പ്രജ്ഞയാണ് പ്രതിഷ്ഠിതമായിട്ടുള്ളത്.
ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ഒരു തനിയാവർത്തനമാണ്. എന്തുകൊണ്ട് ഭഗവത്ഗീതയിൽ ഇത്തരം തനിയാവർത്തനങ്ങൾ വരുന്നു എന്ന് ചോദിച്ചാൽ, വേദാന്തം അതിന്റെ തത്വങ്ങളെ സാധകന്റെ, ശ്രോതാവിന്റെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പറയുന്നത്. ഏതൊരു വീക്ഷണകോണിൽ നിന്നും നമുക്കുണ്ടാകാവുന്ന സംശയങ്ങളെ ദൂരീകരിക്കുന്ന വിധത്തിൽ, ചിലപ്പോഴൊക്കെ ചില തത്വങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിലാണ് ഭഗവത്ഗീത അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ എല്ലാ വിധത്തിലും, എങ്ങനെയൊക്കെ, സർവശ എല്ലാ പ്രകാരത്തിലും നിഗ്രഹീതാനി, നിഗ്രഹിക്കുക. നിഗ്രഹിക്കുക എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അന്തർഗ്രഹിക്കുക എന്നൊരു അർത്ഥമുണ്ട് അതിന്. ഉള്ളിലേക്ക് തിരിക്കണം, ഉള്ളിലേക്ക് വലിക്കണം. അതിന് ആമ എങ്ങനെയാണോ അതിൻ്റെ അവയവങ്ങളെ, കൈകാലുകളെ, തലയെ, വാലിനെ ഒക്കെ അതിൻ്റെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത്, പുറത്ത് ഭയകരമായിട്ടുള്ള, ഭയാനകമായിട്ടുള്ള, ഭയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ആമ അതിൻ്റെ കൈകാലുകൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഒരു യോഗി, ഒരു സാധകൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുന്നു. ആ അന്തർമുഖമാക്കുന്നത് ഒരു സാധകന്റെ ജീവിത വിജയത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അത്തരത്തിലൊരു പരിശീലനം നമുക്ക് ആവശ്യമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഇത്തരം പരിശീലനങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത്, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെൽഫ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇന്ദ്രിയങ്ങളെ വേണ്ടവണ്ണം അന്തർമുഖമാക്കാനും വേണ്ടപ്പോഴൊക്കെ ബഹിർമുഖമാക്കി പ്രവർത്തിപ്പിക്കാനും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം നമ്മളുടെ കൈവശം ഇരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളുടെ കൈവശം നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങൾ വളരെ അപകടകരങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും ഒക്കെ ഇന്ദ്രിയങ്ങളാണ്, ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കൈ, കാല്, നാക്ക്, അതുപോലെ പായു, ഉപസ്ഥം, ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഈ 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും നമ്മുടെ വരുതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? അത്തരം വ്യക്തികളാണ് യോഗികൾ എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഇന്ദ്രിയങ്ങളെ വേണ്ടവണ്ണം ഉപയോഗിക്കുവാനും നിയന്ത്രിക്കുവാനും നിഗ്രഹിക്കുവാനും ഉപയോഗിക്കുവാനും മാനേജ് ചെയ്യുവാനും ഒക്കെ കഴിയുന്നു. അങ്ങനെ കഴിയണം നമുക്ക്. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തെ നാം വിചാരിച്ച ഒരു ജീവിതത്തിന്റെ തലത്തിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉത്തമ ലക്ഷ്യമായ പരമപുരുഷാർത്ഥം നമുക്ക് പ്രാപിക്കാനും കഴിയുള്ളൂ. അപ്പോ ഈ ശ്ലോകം ഉറപ്പിക്കുന്ന ഇത്ര മാത്രമാണ്, ഇന്ദ്രിയാർത്ഥങ്ങളിലെ ഇന്ദ്രിയങ്ങളുടെ അർത്ഥം. എന്തൊക്കെയാണ് ഇന്ദ്രിയങ്ങളുടെ അർത്ഥം? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 വിഷയങ്ങള്, ഈ ഇന്ദ്രിയങ്ങളുടെ 5 വിഷയങ്ങളാണിത്. ഈ 5 വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ നമുക്ക് നിവർത്തിപ്പിക്കണം. അത് നമുക്ക് കഴിയണം. എങ്കിലാണ് നമ്മുടെ പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധി, മനസ്സ്, അത് പ്രതിഷ്ഠിതമായിട്ട് ആത്മാവിൽ ഉറച്ചതായിട്ടിരിക്കുള്ളൂ എന്ന് മനസ്സിലാക്കണം. 69ാമത്തെ ശ്ലോകം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ. പശ്യതഃ, പശ്യതോ, പശ്യതോ എന്ന് പറയുമ്പോൾ പശ്യതഃ മുനേഹേ. ഈ ശ്ലോകത്തിന്റെ അന്വയവും അർത്ഥവും, സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങൾക്കും. ഇവിടെ ഭൂതം എന്ന് പറയുന്നത്, മലയാളികൾക്ക് ഭൂതം എന്ന് കേട്ട് കഴിഞ്ഞാല് ഭവിച്ചതെല്ലാം ഭൂതങ്ങളാണ്. ഭൂതം എന്നത് പ്രേതപിശാചികളെ അല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിലർക്കെങ്കിലും അത്തരം തെറ്റിദ്ധാരണകളൊക്കെ വരാം.
സർവഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഇസ് മാനിഫെസ്റ്റ്, എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്, ആവിർഭവിച്ചതായിട്ട് ഇവിടെ ഉള്ളത്, ഭവിച്ചതായിട്ട് ഇവിടെ ഉള്ളത്, അതൊക്കെയാണ് സർവഭൂതങ്ങളും സർവജീവജാലങ്ങളും സർവപ്രാണികളും ഒക്കെ എന്ന് മനസ്സിലാക്കണം. സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങൾക്കും യാതൊന്നാണോ നിശ എന്ന് പറഞ്ഞ രാത്രി, എല്ലാ ഭൂതങ്ങൾക്കും, ഈ എല്ലാ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ലൗകികർക്കും എല്ലാ ജീവികൾക്കും എന്നൊക്കെ മനസ്സിലാക്കണം. അവർക്ക് ഏതൊന്നാണ് രാത്രി ആയിരിക്കുന്നത്, തസ്യാം ആയതില് സംയമിയായിരിക്കുന്ന സാധകന്, ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചിട്ടുള്ള സാധകന്, ജാഗർത്തി ഉണർന്നിരിക്കുന്നു. അതായത് സർവഭൂതങ്ങൾക്കും എന്താണോ രാത്രിയായിരിക്കുന്നത് അതില് ജ്ഞാനിയായ യോഗിയായ സംയമിയായ ഒരു മഹാത്മാവ് ഉണർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. യസ്യാം ഭൂതാനി ജാഗ്രതി, യാതൊന്നിൽ സർവഭൂതങ്ങൾ ഉണർന്നിരിക്കുന്നുവോ സാ പശ്യതഃ മുനേഹേ, അതില് ദാർശനികനായ മുനി, പശ്യതഃ മുനേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനദൃഷ്ടിയുള്ള ഒരു മുനിക്ക് നിശ രാത്രിയാണ്. ഇവിടെ രണ്ടു തരം, ഒരു മുനി, ഒരു സംയമി. സംയമി എന്ന് പറയുന്നത്, മുനി എന്ന് പറയുന്നത് ഒരാൾ തന്നെ, ആത്മജ്ഞാനി എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആത്മാന്വേഷണത്തിലേക്ക് മനസ്സ് സമ്പൂർണമായി ചരിക്കുന്ന ഒരു വ്യക്തി, ഒരു സാധകൻ എന്ന് മനസ്സിലാക്കാം. രണ്ടർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കാം. ഒരു സാധകന്റെ മനസ്സും ഒരു സാധാരണക്കാരന്റെ ലൗകികന്റെ മനസ്സും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വളരെ കലാപരമായിട്ടാണ്, ആലങ്കാരികമായിട്ടാണ്, കാവ്യാത്മകമായിട്ടാണ് ഈ ശ്ലോകം അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു കൂട്ടർക്ക് ഏതൊന്നിലാണോ രാത്രിയായിരിക്കുന്നത് അതിൽ ഒരു മുനിയുടെ മനസ്സ് ഉണർന്നിരിക്കുന്നു. ഏതൊന്നിലാണോ ലൗകികർക്ക് പകലായിരിക്കുന്നത് അതില് മുനിയുടെ മനസ്സ് ഉറങ്ങിക്കിടക്കുന്നു. കടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഒരു മുനി എന്ന് പറഞ്ഞാൽ മനനശീല എന്നാണ്. മനനശീലനാണ് മുനി. മനനം ചെയ്യുന്നവനിൽ ശീലമുള്ളവൻ ആരോ അവനാണ് മുനി. അവൻ നിരന്തരമായിട്ട് ആത്മാവിനെയാണ് ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിലാണ് അവൻ വെളിച്ചത്തെ കാണുന്നത്, ആത്മാവിലാണ് അവൻ സൂര്യനെ കാണുന്നത്. എന്നാൽ ഒരു ലൗകികന് ഈ ആത്മാവ് അജ്ഞാതമാണ്, ഇരുട്ടാണ് അവനെ സംബന്ധിച്ചിടത്തോളം. അവനത് കണ്ടിട്ടില്ല, അവൻ അറിഞ്ഞുകൂടാ എന്ത്. അതുകൊണ്ട് അവൻ അജ്ഞാതമായ ഒന്നിനെ ആണ് ഇവിടെ ഇരുട്ട് എന്ന പദം കൊണ്ട് രാത്രി എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം മുനി ഉണർന്നിരിക്കുന്ന പ്രതലത്തിൽ അവർക്ക് ഇരുട്ടാണ്. മുനി അറിയുന്ന മേഖലയിൽ അവരുടെ മനസ്സ് വിഹരിക്കുന്നില്ല, മനസ്സ് പ്രവേശിച്ചിട്ടില്ല, ലൗകികന്റെ മനസ്സ് പ്രവേശിച്ചിട്ടില്ല. ലൗകികൻ ഏത് വിഷയങ്ങളിലാണോ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലെ സകലവിധ നാമരൂപങ്ങളിലും ആ നാമരൂപങ്ങൾ പരമസത്യമാണെന്ന് കരുതിക്കൊണ്ട് ലൗകികൻ വ്യവഹരിക്കുമ്പോൾ ആ വ്യവഹാരങ്ങളിലൊക്കെ തന്നെ മുനിയുടെ മനസ്സ് രാത്രിയായിരിക്കുന്നു. മുനിയുടെ മനസ്സ് ഉറങ്ങുന്നു എന്ന് പറയാം. അത്തരം പ്രലോഭനങ്ങളിലേക്ക് മുനിയുടെ മനസ്സ് വരുന്നില്ല, അത് രാത്രി പോലെയാണ്. എന്നാൽ അതിൽ ലൗകികന്മാർക്ക് അത് വളരെ അഭിരമനമുണ്ടാക്കുന്നതാണ്. ഇത് യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. സംയമി എന്ന് പറയുന്നതും മുനി എന്ന് പറയുന്നതും ഒരേ വ്യക്തി തന്നെയാണ്. ആ മുനിയുടെ മനസ്സ്, അതുപോലെ ലൗകികന്റെ, സാധാരണക്കാരന്റെ, അജ്ഞാനിയുടെ മനസ്സ്, ഈ രണ്ട് മനസ്സിന്റെയും തലങ്ങൾ എങ്ങനെയാണ് വ്യാസഭഗവാൻ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരർത്ഥത്തില്
നമുക്ക് അജ്ഞാനിയോട് ജ്ഞാനിയുടെ അല്ലെങ്കിൽ മുനിയുടെ ആന്തരികതയെ വെളിപ്പെടുത്താൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മഹാത്മാക്കള് പറയുന്നതൊന്നും പലർക്കും മനസ്സിലാകാറില്ല. യേശുക്രിസ്തു പറഞ്ഞത് ആ കാലഘട്ടത്തിൽ പലർക്കും മനസ്സിലായിട്ടില്ല. സ്വർഗരാജ്യം സമാഗതമായിരിക്കുന്നു, സ്വർഗരാജ്യത്തിന്റെ സന്ദേശവുമായാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ ക്രിസ്തുദേവൻ പറയുന്ന സമയത്ത് പല ജൂതന്മാരും തെറ്റിദ്ധരിക്കുകയും എന്റെ പിതാവിന്റെ രാജ്യം സ്ഥാപിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജൂതന്മാർ കരുതിയിരിക്കുന്നത് അവിടുത്തെ രാജാവാകാനായിട്ട് യേശു ശ്രമിക്കുന്നതായിട്ടാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ച അദ്ദേഹത്തിന് എന്താണ് അവസാനം കിട്ടിയത്? അദ്ദേഹത്തിനെ കുരിശിലേറ്റി വധിക്കുകയായിരുന്നു അവർ. ജനക്കൂട്ടം വളരെയധികം തെറ്റിദ്ധരിച്ചു, താൻ മെസ്സിഹയാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ വിശ്വസിച്ചില്ല അദ്ദേഹത്തെ. അപ്പോ ഓരോ മഹാത്മാവും ഓരോ കാലഘട്ടത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്നു, സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതിന്റെ കാരണം എന്താണ്? മുനി ഏതൊരു തലത്തിലാണ് അവർ ബോധത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്, ആ ബോധതലം സാധാരണക്കാർക്ക് അപ്രാപ്യമായിരിക്കുന്നു. അവർക്കവിടെ ഇരുട്ടാണ്, രാത്രിയാണത്. അങ്ങനെ അവർക്ക് രാത്രിയായ ഒന്നില് മുനി തൻ്റെ ആന്തരികത വെളിപ്പെടുത്തുമ്പോൾ അത് ഒരർത്ഥത്തിൽ പാറപ്പുറത്ത് വിതച്ച വിത്ത് പോലെയാണ്. അത് മുളക്കിയില്ല, അത് ഒരിക്കലും അത് മുളയ്ക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. തീർച്ചയായിട്ടും ഈ ശ്ലോകത്തിന് വലിയ അന്തരാർത്ഥമുണ്ട്. ഓരോ മഹാത്മാവിന്റെയും സവിധത്തില് എത്രയോ ആളുകൾ വന്നു പോകുന്നുണ്ട്. പല ആളുകളും പല തരത്തിലാണ് ആ മഹാത്മാവിനെ കാണുന്നത്. ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ആദ്യം സഖാവായിട്ടാണ് അർജുനൻ കണ്ടിരുന്നത്. പിന്നെ ഗുരുകൃപ കൊണ്ടെന്ന പോലെ ഏതോ ഒരു നിമിഷത്തില് അർജുനന്റെ മനസ്സിൽ തോന്നിയതാണ്, ഞാൻ അങ്ങയെ ഗുരുവായിട്ട് സ്വീകരിക്കുക എന്ന്, എന്നെ പഠിപ്പിക്കും എന്ന് പറയുന്ന സമയത്ത് മുതലാണ് ഭഗവാൻ അർജുനനെ ശിക്ഷണം നൽകാൻ തുടങ്ങുന്നത്. അത്തരം ഒരു തിരിച്ചറിവിന്റെ മുഹൂർത്തങ്ങളില് മുനിക്ക് വെളിച്ചമുള്ള തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വെളിപ്പെട്ടു വരുമ്പോഴാണ് ഒരർത്ഥത്തിൽ നമ്മളും അധ്യാത്മമായ മാനത്തിലേക്ക്, അധ്യാത്മമായിട്ടുള്ള തലങ്ങളിലേക്ക് വളരുന്നതും വികസിക്കുന്നതൊക്കെ. ഈ സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ഒരു കാലത്ത് ഇരുട്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് വെളിച്ചമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമ്മൾ വളരെ ഫോർച്ചുനേറ്റ് ആണ്. കാരണം എന്താ? ഒരു മുനിയുടെ ഭാഷ, ഒരു മുനിയുടെ തലങ്ങൾ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇവിടെ അർജുനൻ ചോദിച്ചല്ലോ, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, സ്ഥിതപ്രജ്ഞന്റെ ഭാഷ എന്താണ്? സ്ഥിതപ്രജ്ഞന്റെ ഭാഷ നമുക്ക് എങ്ങനെ മനസ്സിലാകാനാണ്? സ്ഥിതപ്രജ്ഞന് വെളിച്ചമുള്ളിടത്ത് നമുക്ക് ഇരുട്ടാണ്. സ്ഥിതപ്രജ്ഞന് ഇരുട്ടായിടത്താണ് നമ്മളുടെ വെളിച്ചത്തെ കാണാൻ ശ്രമിക്കുന്നത്. ഇതാണ് നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞൻ ഒരിക്കലും വ്യവഹാര ഭാഷ വശമില്ല. സ്ഥിതപ്രജ്ഞന്റെ ഭാഷ അധ്യാത്മമാണ്. സ്ഥിതപ്രജ്ഞന്റെ വാക്കുകളിൽ ആഴമുണ്ട്, അഗാധമായ മൗനമുണ്ട്. അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോ ഭഗവാൻ ഒരർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു സ്ഥിതപ്രജ്ഞന്റെ ആന്തരികതയെ, ഒരു സ്ഥിതപ്രജ്ഞന്റെ കാഴ്ചയെ, ഒരു സ്ഥിതപ്രജ്ഞന്റെ പെർസെപ്ഷനെ എങ്ങനെയാണ് അർജുനന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതെന്ന് നോക്കുമ്പോൾ ഇവിടെ വളരെ മെറ്റാഫറിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാക്കുക. ഇനി 3 ശ്ലോകങ്ങൾ കൂടിയുണ്ട് ഈ അധ്യായത്തില്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നമുക്ക് 2ാമത്തെ അധ്യായം സമ്പൂർണമാകും. അത് നിങ്ങൾ പിന്നെ കുറച്ചുകൂടി ആഴത്തില് അതിനെ മനനം ചെയ്ത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി കാണാം. ഓം നമസ്തേ.